Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിമാൻഡ് എസ്റ്റിമേഷൻ. എന്താണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ? അപ്പം നമ്മൾ മാനേജറിയൽ എക്കണോമിക്സിലും ബിസിനസ് എക്കണോമിക്സിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഡിഗ്രി ആൻഡ് PG ലെവൽ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ അല്ലേ? നമ്മൾ ഓൾറെഡി ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്യൂച്ചറിൽ ഒരു പ്രോഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രീവിയസ് പീരീഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയാം. ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്യൂച്ചറിൽ തന്നെ ആയിരിക്കും, ബട്ട് അത് കറക്റ്റ് ക്വാണ്ടിഫൈ ചെയ്ത് പറയുകയാണ്. അതിൻ്റെ ക്വാണ്ടിറ്റി തന്നെ എടുത്ത് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ ഫോർകാസ്റ്റിങ്ങും എസ്റ്റിമേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അപ്പം ചില സ്റ്റുഡൻസ് വിചാരിക്കാറുണ്ട് ഈ ഫോർകാസ്റ്റിങ്ങും എസ്റ്റിമേഷനും ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും ബോത്ത് ആ സെയിം ആണ്. ബട്ട് അങ്ങനെയല്ല. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പറഞ്ഞാൽ ഫ്യൂച്ചറിലെ ഡിമാൻഡ് നമ്മൾ പറയാൻ ശ്രമിക്കുകയാണ്. ഫ്യൂച്ചറിൽ ഒരു പ്രോഡക്റ്റിന് എത്ര ഡിമാൻഡ് ഉണ്ടാവുന്നു അത് പല രീതിയിൽ നമ്മൾ പറയാൻ ശ്രമിക്കുകയാണ്. ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫ്യൂച്ചറിൽ തന്നെ ആയിരിക്കും, ബട്ട് ക്വാണ്ടിഫൈ ചെയ്ത് പറയുകയാണ്. ക്വാണ്ടിറ്റി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് പറയുകയാണ്, കാൽക്കുലേറ്റ് ചെയ്ത് പറയുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, ആ ഓരോ ഫാക്ടേഴ്സിലും ഇത്ര ക്വാണ്ടിറ്റി ചേഞ്ച് വരുന്ന സമയത്ത് ഡിമാൻഡിൽ ഇത്ര ക്വാണ്ടിറ്റി ചേഞ്ച് വന്നു, അങ്ങനെ കറക്റ്റ് എല്ലാം ക്വാണ്ടിഫൈ ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പം കോമൺലി നമ്മൾ പറയുകയാണെങ്കിൽ ഡിമാൻഡ് എസ്റ്റിമേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് മീൻസ് പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഡിമാൻഡ് തന്നെയാണ് for the product under given conditions and helped the manager in making decisions with regard to production, sales, investment, expansion, employment of manpower, etc. അതായത് ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും എല്ലാം ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ എസ്റ്റിമേഷൻ ഇത് രണ്ടും മീൻ ചെയ്യുന്നത് ഫ്യൂച്ചർ ഡിമാൻഡ് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് അല്ലേ ഒരു പ്രോഡക്റ്റിൻ്റെ. അപ്പം അത് ഡെഫിനറ്റ്ലി അത് ആർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, മാനേജറെ സംബന്ധിച്ചിട്ട് അല്ലേ. എന്തിന്? ഇൻ മേക്കിംഗ് ഡിസിഷൻസ്. ഒരു മാനേജർക്ക് ഡിസിഷൻസ് എടുക്കാൻ വിത്ത് റിഗാർഡ് ടു പ്രൊഡക്ഷൻ അല്ലേ, എത്ര വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ സെയിൽസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സ്പാൻഷൻ, എംപ്ലോയ്മെൻറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ഒരു മാനേജർക്ക് ഡിസിഷൻ എടുക്കാൻ വളരെ യൂസ്ഫുൾ ആവും വിധം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ, ഫ്യൂച്ചർ ഡിമാൻഡിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിനെ കോമൺലി നമുക്ക് എസ്റ്റിമേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ അതിനെ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് പറയുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ പറയുന്നത്. ഇൻ ഡിമാൻഡ് എസ്റ്റിമേഷൻ മാനേജർ അറ്റംപ്റ്റ്സ് ടു ക്വാണ്ടിഫൈ ദ ലിങ്ക്സ് ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലെവൽ ഓഫ് ഡിമാൻഡ് ആൻഡ് ദ വേരിയബിൾസ് വിച്ച് ആർ ഡിറ്റർമിനൻസ് ടു ഇറ്റ് ആൻഡ് ഈസ് ജനറലി യൂസ്ഡ് ഇൻ ഡിസൈനിങ് പ്രൈസിംഗ് സ്ട്രാറ്റജി ഓഫ് ദ ഫേം അല്ലേ. അപ്പോൾ ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസിങ് സ്ട്രാറ്റജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു ഫേമിൻ്റെ. അപ്പം ഇതനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യാൻ പറ്റുക ഒരു മാനേജർക്ക്. അപ്പം മാനേജർ എന്താണ് ഇവിടെ ശ്രമിക്കുക? അറ്റംപ്റ്റ് ടു ക്വാണ്ടിഫൈ ദ ലിങ്ക്സ് ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലെവൽ ഓഫ് ഡിമാൻഡ് ആൻഡ് ദ വേരിയബിൾസ് വിച്ച് ആർ ഡിറ്റർമിനൻസ് ടു ഇറ്റ് ആൻഡ് ഈസ് ജനറലി യൂസ്ഡ് ഇൻ ഡിസൈനിങ് പ്രൈസിങ് സ്ട്രാറ്റജി ഓഫ് ദ ഫേം. അതായത് എന്താ പറയണമെന്ന് വെച്ചാൽ മാനേജർ ക്വാണ്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് ദ ലിങ്ക്സ് ഓർ റിലേഷൻഷിപ്പ്, ആരൊക്കെ തമ്മിലുള്ള ലെവൽ ഓഫ് ഡിമാൻഡും അതിനെ വേരിയബിൾസ് ഉണ്ടാവുമല്ലോ, അതിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ വേരിയബിൾസ് ഉണ്ടാവുമല്ലോ, അതിനെ കറക്റ്റ് ക്വാണ്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ മാനേജർ അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് ഫ്യൂച്ചർ ചേഞ്ച് ഇൻ പ്രൈസ് ഓൺ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അതായത് ഫ്യൂച്ചറിലുള്ള ആ ഒരു ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കറക്റ്റ് എത്ര ചേഞ്ച് വന്നു, ക്വാണ്ടിറ്റി എന്ന് എടുത്ത് പറയുന്നുണ്ടോ, ആ ഡിമാൻഡിൻ്റെ ക്വാണ്ടിറ്റിയിൽ എത്ര ചേഞ്ച് വന്നു എന്നാണ് നോക്കുക. So firm can charge a price that the market will ready to bear to sell its product. കറക്റ്റ് അല്ലേ? അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ ഫേമിന് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി ഈ ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഓവർ എസ്റ്റിമേഷനും അണ്ടർ എസ്റ്റിമേഷനും ഉണ്ട്. അതിൽ ഓവർ എസ്റ്റിമേഷൻ മേ ലീഡ് ടു ആൻ എക്സസീവ് പ്രൈസ് അല്ലേ ആൻഡ് ലോസ്റ്റ് സെയിൽസ് ആയിരിക്കാം. ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം എക്സസീവ് പ്രൈസും അല്ലെങ്കിൽ ലോസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്.
അണ്ടർ എസ്റ്റിമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ലോ പ്രൈസ് സെറ്റ് ചെയ്യുകയും റെഡ്യൂസ് പ്രോഫിറ്റ് കുറയുകയും ചെയ്യും. അതായത് ഓവർ എസ്റ്റിമേഷൻ എന്ന് പറയുന്ന സമയത്ത് നല്ല ഡിമാൻഡ് ഉണ്ടാവും, ഇത്ര കാൽക്കുലേറ്റ് ചെയ്ത് നല്ല ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്, പക്ഷെ ഇല്ലാതിരിക്കുകയാണ് അല്ലേ. അപ്പം നല്ല ഡിമാൻഡ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പ്രൈസ് അങ്ങ് കൂട്ടുകയാണ് അല്ലേ, ആവശ്യമില്ലാതെ എക്സസീവായിട്ട് പ്രൈസ് കൂട്ടുകയാണ്. പക്ഷെ അതെന്താ എന്തിലേക്കാണ് വഴിതെളിയിക്കുക, സെയിൽ കുറയുക ചെയ്യുക അല്ലേ. കാരണം അത്രയ്ക്കും ഇല്ല ഡിമാൻഡ്, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത് ഓവർ എസ്റ്റിമേഷൻ ആയിപ്പോയി, കൂടുതലായിപ്പോയി, ഉള്ളതിനേക്കാളും കൂടുതൽ എസ്റ്റിമേറ്റ് ചെയ്തു പോയി. ആക്ച്വലി എന്താണോ ഉണ്ടാവുന്നത് അതിനേക്കാളും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പം പ്രൈസ് നമ്മൾ അതനുസരിച്ചിട്ട് കൂട്ടും അല്ലേ. എസ്റ്റിമേഷൻ ഇത്രയും ഡിമാൻഡ് കൂടുതലുണ്ടെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് പ്രൈസ് കൂട്ടും. ഒബ്വിയസ്ലി ഡിമാൻഡ് കൂടുതലായിരിക്കുമ്പോൾ പ്രൈസ് നമ്മൾ കൂട്ടുമല്ലോ, ആവശ്യക്കാർ കൂടുതലായിരിക്കുമ്പോൾ പ്രൈസ് കൂട്ടുമല്ലോ, അങ്ങനെ ചെയ്യും. അപ്പോൾ അവിടെ നഷ്ടമാണ് വരിക. ഇനി അതല്ല അണ്ടർ എസ്റ്റിമേഷൻ ആണ് നമ്മൾ ചെയ്യുക വിചാരിക്കുക. അങ്ങനെ അണ്ടർ എസ്റ്റിമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിമാൻഡ് ഇപ്പം ഒരു 1000 യൂണിറ്റ്സ് ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ അത്ര ചെയ്യാതെ ഒരു 500 യൂണിറ്റ്സ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക, നമ്മൾ വിചാരിക്കും 500 യൂണിറ്റ്സേ ഉള്ളൂ ആക്ച്വലി ഡിമാൻഡ് പറഞ്ഞിട്ട് പ്രൈസ് കുറയ്ക്കും. അപ്പോൾ അവിടെ പ്രോഫിറ്റിന് എന്താണ്, പ്രോഫിറ്റ് കുറയുക ചെയ്യുക, അവിടെ ലോസ് ആണ് ഉണ്ടാവുക. പ്രോഫിറ്റ് റെഡ്യൂസ്ഡ് പ്രോഫിറ്റ്സ് ആയിരിക്കും കമ്പനിക്ക് ഏൺ ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പം ബോത്ത് ആർ എന്താ പറയുക അൺഫേവറബിൾ കണ്ടീഷൻസ് ആണ്, ഏത് ഡിമാൻഡ് ഓവർ എസ്റ്റിമേഷനും അണ്ടർ എസ്റ്റിമേഷനും. അപ്പോൾ കറക്റ്റ്ലി ആയിരിക്കണം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. ബട്ട് ഒരിക്കലും എക്സാക്ട് ആ ഒരു യൂണിറ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. ബട്ട് അടുത്തുള്ള ഏകദേശം അതിൻ്റെ അടുത്ത് വരുന്നതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിന് എക്സ്പേർട്സ് ആയിരിക്കും ചെയ്യാം. ഓക്കെ ദെൻ, അപ്പം ഏതൊക്കെ രീതിയിലാണ് അത് എസ്റ്റിമേറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി സർവേ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഫോക്കസ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ അങ്ങനെ സർവേ കണ്ടക്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് വിത്ത് കസ്റ്റമേഴ്സ് ആണ് ചെയ്യാറുള്ളത്. കസ്റ്റമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിന് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും ഡിമാൻഡ് എസ്റ്റിമേഷൻ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർവേ കണ്ടക്ട് ചെയ്യുക, പിന്നെ ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് വിത്ത് കസ്റ്റമേഴ്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു ഡീറ്റെയിൽസ് അതിനെ വീണ്ടും അനലൈസ് ചെയ്ത് ഒരു ഫൈനൽ ഒരു എസ്റ്റിമേഷനിലേക്ക് എത്തുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ എന്താ പറയുക, സർവേസ് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. എങ്കിൽ കൂടെ ആപ്റ്റായിട്ടുള്ള മെത്തേഡ് ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ടുള്ളത് സർവേ കണ്ടക്ട് ചെയ്യുന്നതും അല്ലേ, ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നതും ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് വിത്ത് കസ്റ്റമേഴ്സ് ചെയ്യുന്നതും തന്നെയാണ്. ഓക്കെ, അപ്പം ഈ ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേം മാനേജറിയൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് വേൾഡിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം തന്നെയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ സർവൈവൽ എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിമാൻഡ് ഫോർ ഇറ്റ്സ് പ്രോഡക്ട്സ്. ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ എന്താ പറയുക ലോസ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് ബിസിനസ്സിനെ കൊണ്ടുപോവാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നു അല്ലേ. അപ്പം ഇഫ് ദർ ഈസ് നോ ഡിമാൻഡ് ദർ ഈസ് നോ ബിസിനസ്. നമുക്കറിയാം ഡിമാൻഡ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. അപ്പം നമുക്ക് പറയാൻ പറ്റും, വി ക്യാൻ സേ ദാറ്റ് ഡിമാൻഡ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് എവറിത്തിങ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡാണ്, ദാറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാകുമ്പോഴേ ഒരു ഓൺട്രപ്രണർ മുന്നിൽ വന്നിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, അത് ബിസിനസ്സിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. അപ്പം ഡിമാൻഡ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക ഡിമാൻഡ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഫാക്ടർ അതിനെ എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ബിസിനസ്സിൽ അല്ലെങ്കിൽ മാനേജറിയൽ എക്കണോമിക്സിൽ. അപ്പം ഇന്നത്തെ സെഷനിൽ എന്താണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, എങ്ങനെയെല്ലാം നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം, വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. സോ മേക്ക് ഇറ്റ് ക്ലിയർ, റിപ്പീറ്റ് ദ വീഡിയോ. വീണ്ടും ഇതേപോലെ വേറൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.